നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ സഹനം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കണം. 5 അപ്പം 5000 കൂടി തീറ്റിപ്പോയിട്ട് അപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു. അപ്പം ഭൂതകാലം ഒത്ത് ഓർക്കണം. വർത്തമാനത്തെ കാലത്ത് ഒരു പ്രയാസം ഉണ്ടായാൽ ഭൂതകാലത്ത് ദൈവം ചെയ്ത കാര്യം ഓർക്കണം. ഭാവി കാലങ്ങൾ ദൈവം ചെയ്യാൻ പോണ കാര്യം ഓർക്കണം. എന്താണ് അത്? റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന അതാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, അടിപൊളി, മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് വേറെ നിസ്സാരമാണ്. ഇതാണ്. അപ്പം സുവിശേഷം ഭയങ്കര രസമല്ലേ? എന്താ കാര്യം? ഒരു വർത്തമാന കാലത്ത് ഒരു സഹനം ഉണ്ടായാൽ ചില സഹനങ്ങൾ മാറ്റപ്പെടാൻ പറ്റും, ചില മാറ്റാൻ പറ്റത്തില്ല, ചില കുരിശാകും. അപ്പം ഹെബ്രായ 12:2 വർക്കൗട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? കുരിശിനുള്ള ഗുണം എന്താണ്? ഭാവി ഇൻഷുറൻസാണ്. നമുക്കൊരു സഹനം എന്ന് പറയുന്നത് നിത്യതയുടെ ഇൻഷുറൻസാണ്. എന്താ കാര്യം? നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് നിസ്സാരമാണെന്ന്. ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്? പൗലോസ് ആ അൾസർ പിടിച്ച് കുടൽ പഴുത്ത് കൂഞ്ഞ് താഴെ വീണ കാലത്താണ് ലുക്കായോട് പറഞ്ഞത്, ലുക്ക റൈറ്റ് ഡൗൺ കർത്താവ് എന്നെ കാണിക്കണേ, കണ്ടില്ലേ? ഞാൻ എൻ്റെ അൾസറിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണെന്ന്. അപ്പോൾ ഉടനെ ലുക്ക എഴുതും. നമുക്ക് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ അൾസർ കയറി തല മന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും ചോദിക്കും, പിന്നെ എന്താണ് ഗുരുവേ, പിന്നെന്താ അപ്പോസ്തല? നമുക്ക് വെളിപ്പായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച്. അപ്പോഴും കർത്താവ് വെളിപാട് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വെളിപാടിൻ്റെ ആധിക്യമാണത്. ആധിക്യം ഇതാണ്. എന്താണ്? ഈ അൾസർ പിടിച്ചിങ്ങനെ ചെമ്മീൻ കൂഞ്ഞിരിക്കുമ്പോഴും ലൂക്കായ്ക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും, നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. അത് ഓർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണെന്ന്. അതുകൊണ്ട് ഇപ്പോൾ പൗലോസ് പറയും, ഞാൻ നല്ല ഓട്ടോടി വിശ്വാസം രക്ഷിച്ചു, നീതിയുടെ കിരീടം എനിക്ക് സൂക്ഷിച്ചിരിക്കുന്നു. അതും അവരെഴുതി വെക്കും. വിശ്വാസത്തിൻ്റെ ജീവിതമാണെന്ന് കൊടുത്തേക്കണം. അത് ലോകായിക ജീവിതമല്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വർത്തമാന കാലത്തൊരു സഹനം വന്നാൽ കുരിശ് വന്നാൽ 2 സമീപനമാണ്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ദൈവത്തെ ഓർക്കണം. പിന്നെ ഭാവി കാലങ്ങളിൽ സഹായിക്കാൻ പോണ ദൈവത്തെ ഓർക്കണം. എന്ത് ചെയ്യണം? സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. ചിലപ്പോൾ സന്തോഷം വെടിയുമെന്ന് പറഞ്ഞിട്ടില്ലേ? അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം വെടിഞ്ഞു എന്നല്ലേ? അതൊക്കെ എന്നൊരു വർത്തമാനമാണ്. ഇങ്ങനെ ക്രിസ്തു അല്ലാതെ ആര് ചെയ്യും? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ദൈവം നിങ്ങളെ ക്രിസ്തുവിനെ സ്വീകരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ആവുന്നത്ര സന്തോഷം. ഭൂമിയുടെ സന്തോഷമുണ്ട്, സ്വർഗത്തിൻ്റെ സന്തോഷമുണ്ട്. ഭൂമിയുടെ സന്തോഷം കെട്ടുപോകും, സ്വർഗത്തിൻ്റെ സന്തോഷം കെട്ടുപോകത്തില്ല. താങ്ക് യു.